ജോയിയെ കണ്ടെത്താനുള്ള പുതിയ വഴികൾ, തെരച്ചിലിൽ പുതിയ വഴികൾ തേടുകയാണ് ഇപ്പോൾ രക്ഷാസംഘം. നേരത്തെ ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തടയണ കെട്ടി അതിനുശേഷം ശക്തമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് ഈ മാലിന്യം നീക്കി അത്തരത്തിൽ ജോയിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആലോചനയിലാണ്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാവികസേന അല്പസമയത്തിനകം തന്നെ ഏകദേശം 7 മണിയോടുകൂടി തന്നെ സ്ഥലത്ത് എത്തുമെന്നുള്ളതാണ്. മറ്റ് വഴികൾ നാവികസേന കൂടി വന്നതിന് ശേഷം ആലോചിക്കാം, തീരുമാനിക്കാം എന്നുള്ളതാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി വീണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ ദുർഘടമായ ഘട്ടത്തിലല്ല കോർപ്പറേഷനെതിരെയോ സർക്കാരിനെതിരെയോ ഒക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത്. ഈ ഒരു അവസരത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി നോക്കിക്കാണുന്നത് ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. എന്തായാലും വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ജോയിക്കായുള്ള തെരച്ചിൽ അത് 31-ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. പുതിയ വഴികൾ തേടുന്നുണ്ട്, പുതിയ പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള പോർവിളി കൂടി ഇതിനിടയിൽ കൂടി നടക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മുന്നോട്ട് വന്നു, കെടുകാര്യസ്ഥതയാണെന്ന് വിമർശിക്കുന്നു. അതിന് മറുപടിയുമായി ഇപ്പോൾ മന്ത്രി വന്നിരിക്കുന്നു. ഈ ഘട്ടത്തിലല്ല ഇതൊന്നും പറയേണ്ടത്. മാധ്യമപ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും മന്ത്രിയും MLA-യും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാവരും രാപ്പകലില്ലാതെ ഈ ഒരു ദൗത്യത്തിന് പങ്കാളികളായി ജോയിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാനാണ് സമയം കണ്ടെത്തിയത്. ആ സ്ഥലത്തേക്കൊന്ന് എത്താനോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിനിധികളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. അത്തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുകൂടി വന്നിരിക്കുന്നു. പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഈ ഒരു വിഷയത്തിൽ പഴിചാരലുകൾ നടക്കുന്നു, വിമർശനങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയമായി ഈ വിഷയത്തെ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് വിനോദ്? ആര്യ, അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സമരം പോലും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ സമരം മാറ്റിവെച്ചു. അതിന്റെ സാഹചര്യം ഇങ്ങനെ ജോയിയുടെ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇതിനുവേണ്ടി ഒരുമിച്ചിറങ്ങണം, അതുകൊണ്ട് ആ സമരപരിപാടി മാറ്റിവെക്കുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് നടത്താനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൽ രാഷ്ട്രീയം വേണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, അദ്ദേഹം നഗരസഭയെ കുറ്റപ്പെടുത്തുമ്പോൾ നഗരസഭ കത്തുകൊടുത്ത കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കുറെ വീഴ്ചകൾ വന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏപ്രിൽ 13 തന്നെ ആദ്യത്തെ കത്ത് നൽകുന്നു. അതിനുശേഷം ഓർമ്മപ്പെടുത്തലായുള്ള മറ്റൊരു കത്ത് കൂടി നൽകുന്നു. അതിനുശേഷം ഈ മാലിന്യം നീക്കം ചെയ്യാത്തത് കൊണ്ട് റെയിൽവേയിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കത്ത് നൽകുന്നു. ആ ഗൗരവ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റെയിൽവേയുടെ ഭൂമിയിലൂടെ കടന്നു പോകുന്ന ടണൽ, റെയിൽവേ പാളങ്ങൾ, അത് 5 റെയിൽവേ ട്രാക്കുകളാണ് പ്രധാനമായും പോകുന്നത്. ഈ ട്രാക്കുകൾ ഉൾപ്പെടെ ഏതാണ്ട് 117 മീറ്റർ റെയിൽവേയുടെ ഭൂമിയുടെ അടിയിലൂടെ ഭൂഗർഭ രീതിയിൽ തന്നെയാണ് ഈ ടണൽ പോകുന്നത്. അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എത്ര കാലം നീക്കം ചെയ്തു, എത്ര സമയം റെയിൽവേ അതിനുവേണ്ടിയുള്ള സമയം ചെലവഴിച്ചു എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്താണ് റെയിൽവേ ചെയ്തത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഒരാളെ കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടെ റെയിൽവേ കൃത്യമായി മറുപടി പറയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത്ര കാലമായിട്ടും പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഈ ടണലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ റെയിൽവേ പുറത്തുവിടുമോ എന്നതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അതിൽ UDF-ഉം LDF-ഉം BJP-യിലെ പ്രവർത്തകരുമുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല. ഒരാളുടെ ജീവൻ അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ്. അതെ, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല വിനോദ്, ഇപ്പോൾ ഈ ജോയിയെ കാണാതായി ഇതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്ന സമയത്തും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം ഇല്ലായിരുന്നു എന്ന് നേരത്തെയും മന്ത്രിയും മേയറും ഒക്കെ വിമർശിച്ചിരുന്നു, അല്ലേ? തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. അവർ കൃത്യമായി ഒരു ഇടപെടൽ നടത്തുന്നില്ല. 3 തൊഴിലാളികളെ മാത്രം നിയോഗിച്ച് നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുന്ന ആ ഭാഗം, മെറ്റില്ലാത്ത ഭാഗം, സ്ലാബ് ഇല്ലാത്ത ഭാഗം, അവിടെ വൃത്തിയാക്കാൻ വേണ്ടി മാത്രം 3 തൊഴിലാളികളെ നിയോഗിക്കുന്നു. അതിൽ ഒരു തൊഴിലാളിയെയാണ് കാണാതായത്.
അങ്ങനെ കാണാതാകുമ്പോൾ NDRF-ഉം അതോടൊപ്പം തന്നെ അഗ്നിശമന സേനയും ആ തൊഴിലാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു. എല്ലാ സംവിധാനവും ഉപയോഗിച്ചിട്ടും മാലിന്യം നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ 3 തൊഴിലാളികളെ വെച്ച് അവിടുത്തെ മാലിന്യം നീക്കാമെന്ന് റെയിൽവേ തീരുമാനിച്ചത്, ചിന്തിച്ചത്? അതിന് ഒരു മറുപടിയില്ല. അക്കാര്യത്തിലാണ് ജിജി തോംസൺ, പഴയ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം, നമ്മളോട് തന്നെ പ്രതികരിച്ചതാണ്. ഇത് നഗരസഭയോ അല്ലെങ്കിൽ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥരോ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് ചീഫ് സെക്രട്ടറി തന്നെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ റെയിൽവേ ചെയർമാനുമായി സംസാരിക്കുക, ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കുക എന്ന ആവശ്യം. അതിൽ KSRTC ഉണ്ട്, അതോടൊപ്പം തന്നെ റെയിൽവേ ഉണ്ട്. ഈ കുപ്പികൾ പ്രധാനമായും അവിടെ നമ്മൾ കാണുന്നത് പ്ലാസ്റ്റിക് കുപ്പികളാണ്, വലിച്ചെറിയപ്പെടുന്ന കുപ്പികളാണ്. ഇത് അവിടേക്ക് പോകാതെ അത് പോയാൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം, അടിയന്തരമായി തന്നെ നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം അത് സ്വീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. അത് KSRTC-യും അതോടൊപ്പം തന്നെ റെയിൽവേയും, 2 കൂട്ടരും ഒരുമിച്ച് ചേർന്നെടുക്കേണ്ട തീരുമാനമാണ്. മഴക്കാലത്ത് ദീർഘദൂര ട്രെയിനുകൾ വരുമ്പോൾ അതിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന കുപ്പികളുണ്ട്. അത് പ്ലാറ്റ്ഫോമുകളിൽ, നിരവധിയായ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ വലിച്ചെറിയുന്ന കുപ്പികൾ വെള്ളത്തിലൂടെ ആമയിഴന്തൻ തോട്ടിലേക്ക് വരികയാണ്. KSRTC സ്റ്റാൻഡിൽ നിന്ന് വലിച്ചെറിയുന്ന കുപ്പികൾ പല വഴികളിലൂടെ ഇതിലേക്ക് വരുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ട്.